അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, അങ്ങനെ CPM-ന് വളരെ എളുപ്പത്തിൽ അങ്ങനെ കൈ കഴുകി പോകാൻ കഴിയുന്ന ഒന്നല്ല ഈ സ്വർണ്ണക്കള്ള. ഈ പറയുന്ന പോലെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, എല്ലാവരെയും അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട് മാത്രം ഈ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും CPM-ന് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒറ്റയ്ക്ക് പത്മകുമാറിന് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള ത്രാണിയില്ല എന്ന് നമുക്കറിയാം. പത്മകുമാറിനെ പോലെ ഒരാൾ, പിണറായിയെ പോലെ പാർട്ടിയിലും സർക്കാരിലും ഏകാധിപതിയായിരിക്കുന്ന ഒരാളുടെ മുന്നിൽ ഇത്ര വലിയ കൊള്ള ഒറ്റയ്ക്ക് ചെയ്യും എന്ന് താങ്കൾക്ക് കരുതാൻ കഴിയുമോ? നിലിമ, ഒരു പാർട്ടിയിലെ ഒരു വ്യക്തി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയെ ക്രൂശിക്കുന്നത് നിങ്ങൾ ശരിയായ നടപടിയല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട നിങ്ങൾ ഗോവിന്ദ മാസ്റ്റർ പറയുന്നതെല്ലാം നിങ്ങൾ അത് വളച്ചൊടിക്കാൻ അതിലാണ് ഒരു വിരുദ്ധ അഭിപ്രായമുള്ളത്. അത് പാർട്ടിയിലെ ഒറ്റ ആളല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ, ആരൊക്കെയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധം എന്നുള്ളത് അതിന്റെ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നതാണ്. കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധമുണ്ട്, മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്, മുഖ്യമന്ത്രി കാതിൽ രഹസ്യം പറയുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. മറ്റൊന്ന് B. മുരാരി ബാബുവാണ്, CPM-ന്റെ സ്വന്തം ആൾ എന്ന് വിളിക്കാവുന്ന ദേവസ്വം ബോർഡിലെ B. മുരാരി ബാബു. അതുപോലെ തന്നെയാണ് സുധീഷ് കുമാർ, N. വാസു, ഏറ്റവും ഒടുവിൽ A. പത്മകുമാർ. അപ്പോൾ ഒരാൾ ചെയ്ത പ്രവൃത്തിയല്ല ഇത്, സംഘടിതമായ ഒരു കൊള്ളയല്ലേ നടന്നത്. അതിന് ഉത്തരവാദികളായ ആളുകളിലേക്ക് അന്വേഷണം എത്തണ്ടേ? ആര് തെറ്റ് ചെയ്താലും അത് ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് കർണാടകയിലൊക്കെ അഴിമതി കേസുണ്ടല്ലോ. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട BJP-യുടെ പൊളിഞ്ഞു പാളീസായതാണ്. എത്രയോ വർഷം മുമ്പ് കോടതി സെറ്റിൽ ചെയ്ത വിഷയമാണത്. കോടതി സെറ്റിൽ ചെയ്ത വിഷയമാണ്. വളരെ കൃത്യമായി ആ വാർത്ത നൽകിയ മാധ്യമത്തിനെതിരെ 100 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ. അത് ചീറ്റിപ്പോയ കേസാണ്. നിങ്ങൾ ന്യായീകരിക്കില്ല. ബഹുമാനപ്പെട്ട നിങ്ങളെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ സുരേഷ് ഉണ്ടല്ലോ, സുരേഷിനെതിരായിട്ട് 40 ലക്ഷം രൂപ വരെ സഹകരണ വകുപ്പ് നടപടിയെടുത്തല്ലോ. അത് നിങ്ങൾ അംഗീകരിക്കുന്നു. അപ്പം ഒരു സ്ഥലത്തിരിക്കുമ്പോഴത്തേക്ക് അത് ചില നടപടികളിലേക്ക് വരും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കുറ്റാരോപിതനാണ് എന്ന് വെച്ചാൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ശ്രീമാർ സാർ ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹം ശ്രീ K. കരുണാകരൻ ചാര കേസിൽ രാജിവെച്ചത് അറിയാമല്ലോ. അന്ന് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പത്രങ്ങളും എല്ലാം എഴുതി ആരാണ് കുറ്റക്കാരൻ. ശ്രീ നമ്പി നാരായണൻ സുപ്രീം കോടതി വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വിട്ടയച്ചില്ലേ, അദ്ദേഹം അത് കുറ്റം ചെയ്തിട്ടില്ല എന്ന്. അപ്പം അത് ഈ മാധ്യമങ്ങളും അല്ലെങ്കിൽ ആളുകളും പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കണം. അന്ന് അദ്ദേഹം അനുഭവിച്ച വേദനകൾ നിങ്ങൾക്കെല്ലാം മറക്കാൻ കഴിയുമോ? ശ്രീമാർ സാറിന് മറക്കാൻ കഴിയുമോ? ശ്രീമാർ സാർ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഈ സ്വർണ്ണക്കൊള്ളയാണ്. ഇന്ന് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഈ പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് പിണറായി അറിയാതെ ഇതൊന്നും നടക്കില്ല എന്ന്. അപ്പോൾ കൃത്യമായ അന്വേഷണം അങ്ങോട്ടേക്ക് എത്തണ്ടേ? ആ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വരണ്ടേ? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം അവസാനം കൊണ്ടുവന്ന് പിണറായി വിജയനെയും CPM-നെയും കെട്ടി തലയിൽ വയ്ക്കാനുള്ള സംവിധാനം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ശ്രീമാർ സാർ പറഞ്ഞൊരു കാര്യം, ഒരു കമൻറ്റും കൂടി ഞാൻ ഇതിലോട്ട് വരാം. അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതിയിൽ ഒരു പരാമർശം ഉണ്ടായി, നിങ്ങൾ ഇത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു. ആരാണ് അഴിമതിക്കാരൻ ചെയ്തത്? INTC സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ്റെ ആരെ പാർട്ടിയാണ് സാറേ നിങ്ങളിത് പറയുന്നത്? അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്ന ഞാൻ പറയുന്നത് പ്രോസിക്യൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അതിന് അനുമതി കൊടുക്കണമെങ്കിൽ അനുമതി കൊടുക്കും, അത് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെയാണ് പറയുന്നത്. ഞാനിത് പറയട്ടെ, സ്വർണ്ണ കേസിൽ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ, ഞാൻ സിവിൽ കേസ് സൂട്ട് ചെയ്തിട്ടുണ്ട്, എനിക്കെതിരെ പരാതി പറഞ്ഞത്. ഈ കേസിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, CPM-നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ CPM പ്രവർത്തകർ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് CPM-നെല്ലാം പൂർണ്ണമായി അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുമോ?
ഈ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡുകളിൽ ഒരു നിയന്ത്രണവും ഇല്ലേ? ഇല്ല. അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. നീലിമ, അതാണ് ഞാൻ പറഞ്ഞത്, അതില്ല. കവിനൻ്റ് ആക്ട് അനുസരിച്ച് ഈ അമ്പലങ്ങൾ ഇപ്പോൾ ശാസ്താവായിരുന്നാലും അതൊരു മൈനറാണ്. ആ മൈനറെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഗാർഡിയനായിട്ട് വച്ചിരിക്കുന്നതിന് ദേവസ്വം ബോർഡുകൾ.